നമുക്ക് മെഷീനെ ട്രസ്റ്റ് ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇത് എനിക്ക് തന്നെ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ 2021 അറ്റ്ലാന്റയിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഈ ഡ്രൈവർലെസ് കാറിൽ കയറി. എനിക്ക് ഡ്രൈവർലെസ് കാർ ആണെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു സൂത്രം കാണണമെന്ന് കരുതി വേണ്ടിട്ട് അദ്ദേഹം പറഞ്ഞില്ല, കിടന്ന് കണ്ണടച്ചിരുന്നുകൊണ്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 15-20 മിനിറ്റോളം നമ്മളങ്ങനെ പോയി. അപ്പോൾ എനിക്ക് സത്യമായിട്ടും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇത് എവിടെയെങ്കിലും ഇടിക്കുമോ എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, എത്രയോ മില്യൺ അവേഴ്സ് ഇതിൻ്റെ മുകളിൽ ടെസ്റ്റ് ചെയ്യുകയും സിമുലേറ്റേഴ്സിലും റിയൽ റോഡിലും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരിങ്ങനൊരു ടെക്നോളജി, അത് മാത്രമല്ല ഇത് പോകേണ്ട റോഡുകളും കൂടി അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന റോഡുകളിൽ മാത്രമേ ഇത് പറ്റുള്ളൂ, അതുകൊണ്ട് ചില ജിയോഗ്രാഫിയിൽ മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇത് പറയുമ്പോഴും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ ഞെട്ടിച്ചു, കുറച്ച് ഭീതി ഉണ്ടാക്കുകയും ചെയ്തു. അതായത് ഒരു ടെസ്ല ആക്സിഡൻറ്റ്, അതെല്ലാം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. ഒരു ക്രോസ് റോഡിൽ വെച്ച് ടെസ്ലയുടെ കാറ് നേരെ പോയി ട്രക്കിനിടിക്കുകയായിരുന്നു. ട്രക്ക് വൈറ്റ് കളറിലായിരുന്നു. അപ്പോൾ ഈ ടെസ്ല കാറ് മനസ്സിലാക്കിയത് ഒരു ക്ലൗഡാണെന്ന് കരുതിയിട്ട് അതിന് സ്റ്റോപ്പ് ബ്രേക്കിംഗ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയില്ല, നേരെ കൊണ്ട് കാർ ഇടിച്ചു. അത് ആ കാറിലുണ്ടായിരുന്നാണ് മരിച്ചു. ഇതൊരു ഭയങ്കര അലാമിങ് സിറ്റുവേഷൻ ആയിരുന്നു. ടെക് ലോകം മുഴുവൻ ഇതിനെ ക്രിറ്റിസിസം വന്നു, പല പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ എന്ത് സംഭവിച്ചു? ടെസ്ലയുടെ കാറുകൾ, ഡ്രൈവർലെസ് കാറുകൾ ഇന്നും പ്രചാരത്തിലുണ്ട്. മറ്റ് കമ്പനികൾ, ചൈനീസ് കമ്പനികളും മറ്റു പല കമ്പനികളും അതിലേക്ക് വന്നു. ഇതുപോലെ തന്നെയാണ് റോബോട്ടിക് സർജറി ഞാൻ പറയുന്നത്. ഒരു പക്ഷേ മെഡിക്കൽ രംഗത്തുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇറക്കുന്ന കമ്പനികൾക്ക് റെഗുലേഷൻസ് കുറേ കൂടി വളരെ സ്ട്രിഞ്ചൻ്റ് ആണ്, വളരെ 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 സ്ട്രിക്റ്റ് ആണ് അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നേ വരെ ഒരു ടെസ്ല കാർ ആക്സിഡൻറ്റ് പോലുള്ള ഒരു ആക്സിഡൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. അത് വിദേശ രാജ്യങ്ങളിൽ തുടക്കകാലത്ത് ഉണ്ടായിരുന്നുള്ളത് മാത്രമേ എനിക്കറിയാത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഈ സിസ്റ്റം വളരെ വളരെയധികം ടെസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. 1.5 പതിറ്റാണ്ടോളം ലോകത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് സേഫ് ആണെന്ന് കണ്ട ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം, സർജൻസിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാവും, ഹ്യൂമൻ എറർ ഉണ്ടാവും, ഇതൊക്കെ സാധ്യമാണ്. അപ്പോൾ അത് എങ്ങനെ ലഘൂകരിക്കാം, അതിനെങ്ങനെ കുറക്കാം എന്നാണ് ശരിക്കും റോബോട്ടിക് സർജറി അതിലാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്.